നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ചുകൂടി ഒരു വാല്യൂ അഡീഷൻ, അതായത് വിദേശത്തെ യൂണിവേഴ്സിറ്റികളുമായുള്ള എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ കുറവായിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള വർഷങ്ങളിലൊക്കെ വികസിച്ച് വരുന്നത് കാണുന്നുണ്ട്. പോസിറ്റീവായ ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. താങ്കളിപ്പോൾ ആ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ വിദേശത്തെ യൂണിവേഴ്സിറ്റികളുമായുള്ള എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ, കേരളത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങൾക്കൊക്കെ ഇൻസെൻറ്റീവ് കൊടുക്കുക, അങ്ങനെയുള്ള മാറ്റങ്ങൾ അത് അടിയന്തരമായി കൊണ്ടുവരികയാണെങ്കിൽ നന്നാവില്ലേ? ഞങ്ങൾക്ക് നൽകാനുള്ള ഒരു സജഷൻ അതാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട്. അതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കാനും അവിടെ ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ നടത്താനുമൊക്കെ വലിയ പ്രോത്സാഹനമാണ് സർക്കാർ നൽകുന്നത്. അതിന് സാമ്പത്തികമായ പിൻബലവും മറ്റു രീതിയിലുള്ള അനുമതികളും എല്ലാം നൽകുന്നുണ്ട്. അതുപോലെ വിദഗ്ധരായ പണ്ഡിതന്മാരുടെയും അക്കാഡമീഷ്യൻസിൻ്റെയും ഒക്കെ സേവനം നമ്മുടെ കേരളത്തിൽ ലഭിക്കാനും വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. എറുഡൈറ്റ് പ്രോഗ്രാം ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ എറുഡൈറ്റ് സ്കോളർ പ്രോഗ്രാം ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഒരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നോബൽ പ്രൈസ് നേടിയവരടക്കമുള്ള എറുഡൈറ്റ് സ്കോളേഴ്സിനെ കേരളത്തിൽ ക്ഷണിച്ചു കൊണ്ടുവന്ന് വിവിധ കലാലയങ്ങളിൽ പ്രഭാഷണങ്ങൾ ചെയ്യുന്നതിനും കുട്ടികളുമായി സംവദിക്കുന്നതിനുമൊക്കെ വേദികൾ സൃഷ്ടിക്കുകയാണ്. വളരെ നന്ദി മിനിസ്റ്റർ, ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. ധാരാളം ട്വിന്നിങ് പ്രോഗ്രാം ധാരാളമായി ട്വിന്നിങ് പ്രോഗ്രാമുകളും ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളുമൊക്കെ ഈ സന്ദർഭത്തിൽ നടന്നു വരുന്നുണ്ട്. എല്ലാ സർവകലാശാലകളിലുമുണ്ട്, ചില കലാലയങ്ങളിലുമുണ്ട് എന്നറിയിക്കുകയാണ്. താങ്ക് യു മിനിസ്റ്റർ, ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. ഈ വിഷയം നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. അതായത് ഒരു കാര്യത്തിൻ്റെ ദോഷവും വേർതിരിച്ച് മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ നമ്മൾ ഈ വിഷയം എടുത്തത്. നമുക്കൊപ്പം ചേർന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ്. വിദ്യാഭ്യാസ കുടിയേറ്റം അത് അപകടകരമാണ് എന്നുള്ള ഒറ്റ വരിയിലെ വിധിയെഴുത്തലിനപ്പുറം അതിൻ്റെ ഒരു സാധ്യതകൾ എന്താണ്, പുറത്തുപോയി പഠിച്ചിട്ട് തിരിച്ചു വന്ന് നമ്മുടെ നാടിന് വേണ്ടി അത് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും, നമ്മുടെ നാടിനെ തന്നെ ഒരു നോളജ് ഹബ്ബാക്കി മാറ്റാൻ എങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് കഴിയും, അതിനായി നമ്മുടെ മക്കൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയാണ്.